എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് തനിനാടൻ രീതിയിലുള്ള ഒരു കോഴിക്കറിയാണ് തയ്യാറാക്കുന്നത്. ഇതിനായിട്ട് നാടൻ കോഴി തന്നെയാണ് എടുത്തിരിക്കുന്നത്. നാടൻ കോഴിയുടെ ടേസ്റ്റും ഗുണവും ഒട്ടും പോകാത്ത രീതിയിലാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റാണ് 1 കിലോ. ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും നാരങ്ങാനീരും ചേർത്ത് കഴുകി എടുത്തിരിക്കുന്നതാണ്. അതുപോലെ നാടൻ കോഴിയുടെ സ്കിന്നും അതിൻ്റെ നെയ്യും ഒരു കാരണവശാലും കളയരുത്. ഇവിടെ എല്ലാവർക്കും ഇതിൻ്റെ സ്കിന്ന് താല്പര്യമില്ലാത്തതുകൊണ്ട് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ നെയ്യ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനു വേണ്ട അരപ്പ് നമുക്ക് മിക്സാക്കാം. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളകുപൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയും നോർമൽ മുളക് പൊടിയും മിക്സാക്കി വെച്ചിരിക്കുന്നതാണിത്. 1 ടേബിൾ സ്പൂൺ മസാല പൗഡർ, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ്. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒരു കുഴമ്പ് പരുവത്തിൽ കുഴച്ചെടുക്കാം. ഇനി ഈ മസാല മിക്സ് നമുക്ക് മാറ്റി വെക്കാം. ഇതാണ് നാടൻ കോഴിയുടെ നെയ്യ്. ഈ നെയ്യ് ഉരുക്കി ഇതിൽ തന്നെ കറി വെക്കുമ്പോഴാണ് യഥാർത്ഥ നാടൻ കോഴിയുടെ ടേസ്റ്റ്. നമ്മൾ എണ്ണ ചേർത്ത് കറി വെക്കുന്നതിന് പകരം ഇതിൻ്റെ നെയ്യ് ഉപയോഗിച്ച് കറി വെച്ച് നോക്കൂ. ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവൽ തന്നെയാണ്. ഞാൻ ഈ പാനിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. ഈ നെയ്യ് പെട്ടെന്ന് തന്നെ ഉരുകി കിട്ടും. ഇപ്പോൾ നെയ്യ് ഉരുകി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്ക് കറിക്ക് ആവശ്യമുള്ള അതായത് സബോളയും മസാലയൊക്കെ വഴറ്റാനുള്ള നെയ്യ് കിട്ടിയിട്ടുണ്ട്. വേറെ എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാക്കൊത്ത് ഇട്ട് 1/2 മിനിറ്റ് വഴറ്റാം. തേങ്ങാക്കൊത്തിൻ്റെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് 2 കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും 2 കുടം വെളുത്തുള്ളിയും 4 പച്ചമുളക് നീളത്തിലരിഞ്ഞതും ചേർത്ത് 1 മിനിറ്റ് വഴറ്റാം. നിങ്ങൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 2 വലിയ സബോള നീളത്തിലരിഞ്ഞതും 25 ചെറിയുള്ളി നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിക്ക് പകരം നിങ്ങൾക്ക് ഒരു വലിയ സബോള വേണമെങ്കിലും ചേർക്കാം. പക്ഷേ ചെറിയുള്ളി ചേർക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർക്കാം. കറിവേപ്പില എനിക്കൊരു വീക്ക്നെസ് ആണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ ചേർക്കും. പക്ഷേ നിങ്ങളുടെ കൈവശം ഉള്ളതനുസരിച്ച് കറിവേപ്പില ഇടുക. കൂടാതെ ഇറച്ചി, മീൻ തുടങ്ങിയ കറികളിൽ കറിവേപ്പില കൂടുതൽ ചേർക്കുന്നത് കറികൾക്ക് ടേസ്റ്റ് കൂട്ടാനും കൂടാതെ ആരോഗ്യത്തിനും നല്ലതാണ്. സബോളയും ചെറിയുള്ളിയും നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി നീളത്തിലരിഞ്ഞതും ചേർത്ത് വഴറ്റാം. ഏകദേശം ഒരു 3-4 മിനിറ്റ് വഴറ്റി കഴിയുമ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരും. ഈ സമയം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഈ ചിക്കനും മസാലയൊക്കെ പിടിക്കത്തക്ക രീതിയിൽ 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കാം. നാടൻ കോഴി ആയതുകൊണ്ട് വേവ് കൂടുതൽ ഉള്ളതുകൊണ്ട് ഞാനിവിടെ കുക്കറിലാണ് വേവിക്കുന്നത്. നിങ്ങൾക്ക് ഇത് കുക്കറിൽ വേവിക്കുന്നതിന് പകരം പാനിലോ ഉരുളിയിലോ ഒക്കെ വെച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിക്കാം. അങ്ങനെ വേവിക്കുമ്പോൾ ഏകദേശം 1 മണിക്കൂർ സമയമൊക്കെ വേണ്ടി വരും. ഇനി ഞാൻ ഈ കുക്കറിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് കറിക്ക് ചാറ് കൂടുതൽ വേണമെങ്കിൽ 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് ലോ ഹീറ്റിലിട്ട് 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ഗ്യാസ് സ്റ്റൗവിലാണെങ്കിലും ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് 20 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അതിനുശേഷം തുറന്നു നോക്കിയതിന് ശേഷം വേവ് കുറവുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചാൽ മതി. ഞാനിവിടെ ലോ ഹീറ്റിൽ 20 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഓഫ് ചെയ്തു.
അതിനുശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് തുറന്നു നോക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ പാകത്തിനാണ്. അപ്പോൾ നമ്മുടെ നാടൻ കോഴി വെച്ചുള്ള തനി നാടൻ രീതിയിലുള്ള കോഴിക്കറി റെഡി ആയിട്ടുണ്ട്. ബോയിലർ ചിക്കനൊക്കെ കൂട്ടുന്നവർ ഈ ക്രിസ്മസിന് ഒരു പ്രാവശ്യം നാടൻ കോഴി വെച്ച് കറി വെച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.